ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇനി ദിവസങ്ങൾ ബാക്കി. പള്ളിയോട സേവാ സംഘം ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ നടത്തിവരുന്ന വള്ളസദ്യ വഴിപാടുകൾ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ജൂലൈ 19 ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ അറിയിച്ചു. ചരിത്രപ്രസിദ്ധവും ഐതിഹ്യവും സമ്മേളിക്കുന്ന പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കമായി. 2.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയ്ക്കാണ് ക്ഷേത്ര മതിലകം ഇനി ഒരുങ്ങുന്നത്. നമ്മളോടൊപ്പം ഈ വള്ളസദ്യയുടെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവനും മറ്റ് ഭാരവാഹികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, എന്തൊക്കെയാണ് ഈ വള്ളസദ്യയുടെ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും? പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യകൾ ഈ മാസം 19-ാം തീയതി തുടങ്ങും, 16-ാം തീയതി തുടങ്ങുന്നു. 19-ാം തീയതി തുടങ്ങുന്നു. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന 2 മാസത്തെ പരിപാടികളാണ് നടത്തുന്നത്. എല്ലാ കൊല്ലവും ഏതാണ്ട് 80 ദിവസവും വരുന്നതാണ്. ഈ കൊല്ലം അഷ്ടമിരോഹിണിയും വള്ളസദ്യ വള്ളംകളിയുടെ നേരത്തെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കുറഞ്ഞു. ആകെ 60 ദിവസങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ ദിവസങ്ങൾക്കുള്ളിൽ 550 വള്ളസദ്യകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 16 സദ്യ കോൺട്രാക്ടർമാരെ സജ്ജീകരിച്ച് 18 സദ്യാലയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ KSRTCക്ക് ബഡ്ജറ്റ് ടൂറിസം പ്രത്യേകമായ ഈ വർഷം നടക്കുന്ന വള്ളസദ്യകളിൽ ഉദ്ഘാടന ദിവസം തന്നെ കെ മുരളീധരൻ ബഹുമാനപ്പെട്ട ദേവസ്വം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതും തുടർന്ന് ഓരോ ദിവസവും ഏകദേശം 15-ന് മുകളിൽ വള്ളസദ്യകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ്. അതേപോലെ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് വള്ളസദ്യകളെല്ലാം തന്നെ നടക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളിൽ ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ ആചാരങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് പള്ളിയോട സേവാസംഘത്തിന്റെ ഏറ്റവും പ്രധാന കർത്തവ്യം. അത് മുറുക്കം പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതിനാവശ്യമായ സബ്കമ്മിറ്റികളും മറ്റു ക്രമീകരണങ്ങളും പള്ളിയോട സേവാസംഘം ചെയ്തു കഴിഞ്ഞു. 2.5 മാസക്കാലം ഇങ്ങനെ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല മുതൽ റാന്നി ഇടക്കം വരെ ജില്ലയിൽ അങ്ങനെ 52 കരകളിലാണ് ഈ പള്ളിയോട പ്രത്യേകതയാണ് പാടിയ ഈ ഗാനങ്ങളിൽ 2.5 മാസക്കാലം പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മതിലകത്ത് ഇനി നിറഞ്ഞു കേൾക്കാനും കഴിയും. കേരള ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് കാണിക്കുന്ന പ്രസാദം ജെ, പത്തനംതിട്ട.